ലേ പോണു എൻ്റെ കുട്ടി. കൈപ്പത്തി കണ്ണിന് മുകളിൽ വെച്ച് പുരികം ചുളിച്ച് എഴുത്താശാൻ ആകാശത്തേക്ക് നോക്കി. ഏറോപ്ലെയിനാ മുത്തശ്ശൻ്റെ കുട്ടി? പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുഞ്ഞൂട്ടൻ ചോദിച്ചു. കുഞ്ഞൂട്ടാ, എനിക്ക് ദേഷ്യം വരൂട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു ശിഷ്യനെ പറ്റി. അവന് വിമാനം പറത്തലാ പണി. പുളു. കുഞ്ഞൂട്ടൻ ഇറങ്ങി പുറത്തേക്കോടി. മുത്തശ്ശൻ്റെ കയ്യിൽ കിട്ടിയാൽ ചെവി പൊന്നാക്കും. മുത്തശ്ശൻ്റെ ചുണ്ടുവിരലിന് എന്തൊരു പരുപ്പരുപ്പാണ്. പാറ പോലെ മണലിൽ അക്ഷരം എഴുതിയതാണത്രേ മുത്തശ്ശൻ്റെ ചുണ്ടുവിരലിൽ ഇത്ര പരുപ്പരുത്തായത്. മുത്തശ്ശന് വയസ്സ് 90-ന് മേലെയായി. അല്പം കേൾവിക്കുറവുണ്ടെന്നതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ തോതിൽ കൃഷിയുണ്ട് മുത്തശ്ശന്. വെണ്ട, കോവൽ, പാവൽ, പടലം, മത്തൻ എന്ന് വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറികളും വീടിന് തൊട്ടടുത്തുള്ള വരമ്പുകളിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വാഴകൃഷിയിലും മുത്തശ്ശൻ കേമനാണ്. ഞാലിപ്പൂവൻ, കണ്ണൻ, ഏത്തൻ, രസകദളി അങ്ങനെ പലതരം വാഴകൾ കുലച്ചു കിടക്കുന്നത് കാണാൻ എന്ത് രസമാണ്. നേരം വെളുക്കുമ്പോൾ തന്നെ കട്ടൻ കാപ്പിയും കഴിച്ച് കൈക്കോട്ടും എടുത്ത് മുത്തശ്ശൻ തൊടിയിലേക്ക് ഇറങ്ങും. തിരികെ എത്തുമ്പോൾ 10 മണി കഴിഞ്ഞിരിക്കും. ആദ്യ പേരക്കുട്ടി അവനായതുകൊണ്ടാണോ എന്നറിയില്ല, അവനുമായാണ് മുത്തശ്ശൻ്റെ ചങ്ങാത്തം. അച്ഛനോ അമ്മയോ കുഞ്ഞൂട്ടനെ തല്ലുവാൻ പിടിക്കുമ്പോൾ അവരെ ശകാരിക്കുന്നത് മുത്തശ്ശനാണ്. അപ്പോൾ അവർ പറയും, അച്ഛനാ ഈ ചെക്കനെ ഇത്രയും വഷളാക്കുന്നത്. അടിയുടെ കുറവായിവന്. ഉടൻ അച്ഛൻ്റെ നേർക്ക് മുത്തശ്ശൻ്റെ ഒരു നോട്ടമുണ്ട്.